സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നടൻ സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ളവർക്ക് തിരിച്ചടി. കേസ് റദ്ദാക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. അന്വേഷണത്തിലൂടെ മാത്രമേ തട്ടിപ്പ് നടന്നോ എന്ന കാര്യം വ്യക്തമാകൂ എന്ന് കോടതി നിരീക്ഷിച്ചു. സിനിമയുടെ ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് 7 കോടി രൂപ സാമ്പത്തിക സഹായം കൈപ്പറ്റിയ ശേഷം വഞ്ചിച്ചെന്നാരോപിച്ച് അടൂർ സ്വദേശി സിറാജ് വലിയതുറ നൽകിയ പരാതിയിലാണ് നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തത്. പറവ ഫിലിംസിന്റെ പാർട്ട്ണർമാരായ നടൻ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവർക്കെതിരെയാണ് മരട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ലാഭവിഹിതമായി 47 കോടി രൂപ നൽകേണ്ടതാണെന്നും മുതൽ മുടക്ക് പോലും നൽകിയിട്ടില്ലെന്നുമായിരുന്നു പരാതി. കേസിനെ തുടർന്നുണ്ടായ ഒത്തുതീർപ്പിൽ 6 കോടിയോളം രൂപ കൈമാറിയെങ്കിലും സിവിൽ കേസിന്റെ മറവിൽ ഹർജിക്കാർ 40 കോടി രൂപയിലേറെ തട്ടിയെടുക്കാൻ ശ്രമിച്ചെന്ന് പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. സിനിമയുടെ ലാഭവിഹിതമടക്കം നിർമ്മാതാക്കൾ സ്വന്തം അക്കൗണ്ട് വഴി മാറ്റിയതിനാൽ ഗൂഢാലോചനയും വിശ്വാസവഞ്ചനയും ചുമത്തിയാണ് കേസെടുത്തത്. കേസിൽ പ്രതികൾക്ക് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ കേസ് റദ്ദാക്കാൻ വിസമ്മതിച്ചു. ഗൗരവമായ പരാതിയാണെന്നും അതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട്. തുടർന്നാണ് ബാബു ഷാഹിർ സുപ്രീം കോടതിയെ സമീപിച്ചത്. സുപ്രീം കോടതിയും ഹൈക്കോടതിയുടെ അതേ നിലപാട് തന്നെ സ്വീകരിച്ചു. അന്വേഷണം നടന്നാൽ മാത്രമേ തട്ടിപ്പ് വ്യക്തമാകൂ എന്ന് കോടതി പറഞ്ഞു. തുടർന്നാണ് ഹർജി തള്ളിയത്. സുപ്രീം കോടതിയുടെ മുന്നിൽ നിന്നും ഷബ്ന, ന്യൂസ് മലയാളം.